ഇവിടെ നോക്കി, ഇവിടെ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു സ്ട്രിങ് ആണ് ബി എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ അറേ ഇൻഡിസസിലോട്ടും ഓരോ ക്യാരക്ടേഴ്സ് ഇനിഷ്യലൈസ് ആവും. അപ്പൊ അവിടെ നമ്മൾ സൈസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇനി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ സൈസ് കൊടുത്തില്ലെങ്കിൽ അത് ഇൻവാലിഡ് ഡിക്ലറേഷൻ ആണ്. അപ്പൊ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അറേ ഇനിഷ്യലൈസേഷൻ വിത്ത് എ സ്ട്രിങ്, നമുക്ക് ക്യാരക്ടർ ബൈ ക്യാരക്ടർ കൊടുക്കുന്നതിന് പകരം സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡയർ വാല്യൂസ്, എൻഡയർ സ്ട്രിങ്ങിനെ ഡബിൾ കോട്ട്സിനുള്ളിൽ എൻക്ലോസ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യും. ഹിയർ സ്ട്രിങ് ലെങ്ത് ഈസ് 8 byte. ഇവിടെ COMPUTER. അപ്പം ഇത് 8 ആണ് കേട്ടോ. 8 സൈസ് ഉള്ള 8 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പൊ ഒരു ക്യാരക്ടർ എപ്പോഴും എത്ര ബൈറ്റ്സാ? ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് 1 bytes. അപ്പൊ ഇവിടെ എത്ര ബൈറ്റ്സാ? മൊത്തം 8 bytes. 8 ക്യാരക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് 8 bytes. ഇനി സ്ട്രിങ്ങിന്റെ സൈസ് എന്താ? 9 bytes. അതായത് /0 കൂടെ കൂട്ടിയിട്ട് സ്ട്രിങ് 9 bytes. So the compiler reserves 8 plus 1 memory locations, and these locations are initialized with the characters in the order specified. ഇനി നെക്സ്റ്റ് ഇത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്ട്രിങ്. റീഡ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒരു നെയിം ജസ്റ്റ് പ്രോഗ്രാമിലോട്ട് എൻറ്റർ ചെയ്തിട്ട് അതിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്തത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ഇനി നോക്കിയ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇനിഷ്യലൈസ് ചെയ്യുന്ന രണ്ട് രീതിയിൽ, പല രീതിയിൽ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞു. ഇത് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ലൈൻ നമ്പർ 4 ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നതാണ്. ലൈൻ നമ്പർ 5 ഒരു സ്ട്രിങ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് എൻഡയർ സി പ്രോഗ്രാം എന്നുള്ളത് ഒരു സ്ട്രിങ് ആയിട്ട് ക്യാരക്ടർ 2 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ CH2 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറയിലോട്ട് ഇനിഷ്യലൈസ് ചെയ്തേക്കും. ഇവിടെ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറയിലോട്ട് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തേക്കും. പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇത് രണ്ട് രീതിയിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. രണ്ടും നമുക്ക് ഒരേ ഔട്ട്പുട്ട് തന്നെ കിട്ടി. സി പ്രോഗ്രാം എന്നുള്ള ഇനിഷ്യൽ വാല്യൂ CH എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു, ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. രണ്ടാമത്തേത് നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. രണ്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ സെയിം തന്നെയാണ് വന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ട്രിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനുമുള്ള ഫങ്ഷൻസ്. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി സിയിൽ കുറെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് റൺ ചെയ്യാനുള്ള കോഡ് ഓൾറെഡി സി ലൈബ്രറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഫങ്ഷൻ മാത്രം യൂസ് ചെയ്താൽ നമുക്ക് അങ്ങനെയുള്ള ഫങ്ഷനെയാണ് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി അതിന്റെ കോഡ് എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്പെസിഫിക് ഫംഗ്ഷന്റെ നീഡ് വരുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാമിൽ ജസ്റ്റ് ആ ഫംഗ്ഷന്റെ പേര് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് സിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് നോക്കാം. IO ഫങ്ഷൻസ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്.
രണ്ട് ടൈപ്പ് ഉണ്ട്, ഫോർമാറ്റഡ് IO ഫംഗ്ഷൻസും അൺഫോർമാറ്റഡ് IO ഫംഗ്ഷൻസ്. അതായത് നമുക്ക് ഡേറ്റ വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനും നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇൻപുട്ട് ചെയ്യാനും പ്രോഗ്രാമിൽ നിന്ന് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ഔട്ട്പുട്ട് ചെയ്യാനും, അതായത് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാനുമുള്ള ഫംഗ്ഷൻസ് ആണ് IO ഫംഗ്ഷൻസ് അഥവാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. ഇനി ഫോർമാറ്റഡിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് ഫോർമാറ്റഡ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ടിനെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കാൻഎഫ് ചെയ്യുമ്പോൾ നമ്മൾ സ്കാൻഎഫ് പ്രിന്റ്എഫ് ഒക്കെ നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ ചെയ്തപ്പോൾ നമ്മൾ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറഞ്ഞാൽ %s, %f, %c എന്നുള്ളത്. ഇപ്പം ഇന്റിജർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ എന്തായിരുന്നു? %d ആയിരുന്നു. അതായത് നമ്മൾ സ്കാൻഎഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാമിലോട്ട് എടുക്കുന്ന വാല്യൂ എന്താണ്? ഒരു ഇന്റിജർ ആണ്. നമ്മൾ %d എന്ന് ഉള്ള ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുവാണെങ്കിൽ ആ പ്രോഗ്രാം എടുക്കുന്ന വാല്യൂ ഒരു ഇന്റിജർ ആയിരിക്കും. %f ആണെങ്കിൽ അത് സ്കാൻ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു ഫ്ലോട്ട് ആയിരിക്കും. %c ആണെങ്കിൽ ഒരു ക്യാരക്ടർ ആയിരിക്കും. %s ആണെങ്കിൽ എന്താ? ഒരു സ്ട്രിങ് ആയിരിക്കും. അപ്പം അത് ആ ഫോർമാറ്റ് അനുസരിച്ച് മാത്രമേ ഇൻപുട്ടും ചെയ്യത്തുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ ഔട്ട്പുട്ടും ചെയ്യത്തുള്ളൂ. അതാണ് സ്കാൻഎഫ്, പ്രിന്റ്എഫ്, എഫ് സ്കാൻഎഫ്, എഫ് പ്രിന്റ്എഫ് ഒക്കെ ഫോർമാറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. നമ്മൾ പ്രിന്റ്എഫിനകത്ത് ജസ്റ്റ് നമ്മൾ ഇപ്പം ഒരു ഡബിൾ കോട്ട്സിനകത്ത് എന്ത് വാല്യൂസ് അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു അത് അങ്ങനെ വരും. ഇനി നമുക്ക് ഒരു ഇന്റിജർ ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ പ്രിന്റ്എഫിനകത്ത് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിന്റെ ഇന്റിജർ വാല്യൂ എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഇനി അൺഫോർമാറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതാണ് get c, put c, get char, put char, get s, put s, get ch, get ch. ഇനി get c എന്താന്ന് വെച്ചാൽ ചെയ്യുന്നത് ഒരു ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാരക്ടറിന്റെ പ്രോഗ്രാമിലോട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് get c. അതിന് സിമിലർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് put c. ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് put c. ഇനി get char അത് അഗെയിൻ ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, സി ഫംഗ്ഷൻ ആണ് get char. ഇനി ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് put char. ഇനി get s എന്നുള്ള ഫംഗ്ഷൻ ഒരു സ്ട്രിങ്ങിനെ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് get s. അതുപോലെ സ്ട്രിങ്ങിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന IO ഫംഗ്ഷൻ ആണ് put s. ഇനി get ch ഒരു get ch എന്ന് പറയുമ്പോൾ get ch ഒരു സിംഗിൾ ക്യാരക്ടറിനെ തന്നെ സിസ്റ്റത്തിലോട്ട് സ്കാൻ ചെയ്യും വിത്തൗട്ട് എക്കോ ഇല്ലാതെ. ഇനി get ch എന്ന് പറഞ്ഞാൽ ആ നമ്മൾ എടുക്കുന്ന ക്യാരക്ടറിനെ ഒന്നും കൂടി ജസ്റ്റ് അതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഒരു ക്യാരക്ടറിനെ സിസ്റ്റത്തിലോട്ട് എടുത്തിട്ട് ആ വാല്യൂവിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതാണ് get che, എക്കോ എന്നുള്ളതിനെ സ്പെസിഫൈ. അതിന്റെ ജസ്റ്റ് എല്ലാത്തിന്റെയും സിന്റാക്സ് ഉണ്ട്. get char, a single character can be given to the computer using C input library function get char. അതിന്റെ സിന്റാക്സ് char variable is equal to get char. അപ്പൊ char a is equal to get char എന്ന് പറയുമ്പോൾ എയിൽ നമ്മൾ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ a എന്ന് പറയുന്ന വേരിയബിളിൽ കിട്ടും. അതുപോലെ put char of character variable. ഇപ്പൊ put char of ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത ക്യാരക്ടറിന്റെ വേരിയബിൾ നെയിം a എന്നാണെങ്കിൽ put char of a എന്ന് പറയുമ്പോൾ എയിലുള്ള വാല്യൂവിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി അടുത്തത് get s. get sന്റെ സിന്റാക്സ് get s നമ്മുടെ array വേരിയബിൾ. അപ്പൊ സ്ട്രിങ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്ട്രിങ് നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ചത്. അപ്പം get sനകത്ത് സ്ട്രിങ് എന്ന് കൊടുത്താൽ array വേരിയബിളിന്റെ നെയിം കൊടുത്താൽ അതിനെ നമുക്ക് ആ വാല്യൂവിനെ get sലൂടെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് എടുക്കാൻ പറ്റും, സ്കാൻ ചെയ്യാൻ പറ്റും. സിമിലർലി put s നമുക്ക് പ്രിന്റ് ചെയ്യാം. ഒരു സ്ട്രിങ്ങിനെ സിസ്റ്റത്തില് മോണിറ്ററിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം. put s ഓഫ് char ടൈപ്പ് ഓഫ് array വേരിയബിൾ. ഇനി get ch ഫംഗ്ഷൻ ഒരു സിംഗിൾ ക്യാരക്ടറിനെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യും വിത്തൗട്ട് എക്കോയിങ് ടു ദ സ്ക്രീൻ. സ്ക്രീനിലോട്ടോ അത് എക്കോ ചെയ്യാതെ തന്നെ റീഡ് ചെയ്യും. ഇനി get ch എന്ത് ചെയ്യും? get ch ഇതുപോലെ get ch ന് സിമിലർ ആണ്, ബട്ട് അത് ഇറ്റ് എക്കോസ് ഇറ്റ് ടു ദ കറന്റ് ടെക്സ്റ്റ് വിൻഡോ. നമ്മളിപ്പോ ഒരു ജി എന്നൊരു ക്യാരക്ടർ റീഡ് ചെയ്യുവാണെങ്കിൽ അത് ജീനെ ഒന്നും കൂടെ ഇങ്ങോട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി get c അഗെയിൻ ഒരു സിമിലർ ഫംഗ്ഷൻ ആണ്, സിംഗിൾ ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സി ഫംഗ്ഷൻ ആണ് get c. അതിന്റെ സിന്റാക്സ്
ക്യാരക്ടർ ക്യാരക്ടർ അല്ല, ക്യാർ ആണ് കേട്ടോ. ക്യാർ വേരിയബിൾ നെയിം ഈക്വൽ ടു ഗെറ്റ് സി. ഇനി പുട്ട് സി അഗെയിൻ ഇതുപോലെ തന്നെ ഒരു ക്യാരക്ടറിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒന്നും പ്രോഗ്രാം നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഗെറ്റ് സി, ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ ഒക്കെ എല്ലാ കമ്പൈലേഴ്സിലൊന്നും വർക്ക് ആവത്തില്ല. ചില ഇപ്പൊ ലേറ്റസ്റ്റ് വെർഷനുകളിലൊന്നും ഈ ഗെറ്റ് സി എച്ച്, ഗെറ്റ് എസ്, പുട്ട് എസ് ഒന്നും വർക്ക് ആവത്തില്ല. അപ്പൊ സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് IO ഫംഗ്ഷൻസ്, സിയിൽ യൂസ് ചെയ്യുന്ന അൺഫോർമാറ്റഡ് ആയിട്ടുള്ള IO ഫംഗ്ഷൻസ്. അത് ചോദിക്കാറുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സി ലൈബ്രറി ഫംഗ്ഷൻ ഏതാ, ഒരു സ്ട്രിങ്ങിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സി ലൈബ്രറി ഫംഗ്ഷൻ ഏതാന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ അത്രയാണ് IO ഫംഗ്ഷൻസ്. നിങ്ങൾ ജസ്റ്റ് ആ ഫംഗ്ഷൻസിന്റെ നെയിംസ് അറിഞ്ഞിരുന്നാൽ മതി. ഓരോ ഫംഗ്ഷനും ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ട്രിങ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ്. സ്ട്രിങ്ങിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതായത് നമ്മളൊരു സ്ട്രിങ്ങിനെ ഈ ഡിഫറെന്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിലോട്ട് എടുത്തു. അപ്പൊ അതിലെ നമുക്ക് പല പല അതിനെ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമുക്ക് സിയില് കുറച്ച് ലൈബ്രറി ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ആ ഫംഗ്ഷനുള്ളിലോട്ട് നമ്മുടെ സ്ട്രിങ്ങിന്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കിയേ, str_len ഓഫ് str. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് str. നമ്മൾ ഈ ഫംഗ്ഷൻ ഉള്ളിൽ കൊടുത്തേക്കുന്ന സ്ട്രിങ്ങിന്റെ ലെങ്തിനെ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് str_len. നമുക്ക് ജസ്റ്റ് ഫംഗ്ഷൻസ് നോക്കിയിട്ട് 1-2 പ്രോഗ്രാംസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് strcpy ഓഫ് str1, str2. ഇപ്പൊ strcpy എന്നുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഇതിൽ രണ്ടാമത് സ്പെസിഫൈ ചെയ്തേക്കുന്ന സ്ട്രിങ്ങിനെ ആദ്യത്തെ സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യും. str1ലോട്ട് str2നെ കോപ്പി ചെയ്യും. ഇനി strcat ഓഫ് str1, str2. ഇത് strcat എന്നുള്ള ഫംഗ്ഷൻ കോൺകാറ്റിനേഷൻ ഫംഗ്ഷൻ ആണ്, അതായത് കമ്പൈൻ ചെയ്യുക. ഇപ്പൊ നമുക്ക് 2 സ്ട്രിങ് ഉണ്ടെങ്കിൽ ആദ്യത്തെ സ്ട്രിങ്ങും രണ്ടാമത്തെ സ്ട്രിങ്ങും കമ്പൈൻ ചെയ്തിട്ട് ആദ്യത്തെ സ്ട്രിങ്ങിൽ അത് കീപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഇപ്പം ആദ്യം നമ്മൾ strcat ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ഹലോ കോമ, ഇപ്പൊ str1ലുള്ളത് ഹലോ ആണ്, str2ലുള്ളത് ഗുഡ് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ strcat ഓഫ് str1, str2 ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുക പുട്ട് എസ് ഓഫ് str1 എന്ന് കൊടുത്താൽ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് കിട്ടും. അതായത് ആദ്യത്തെ സ്ട്രിങ്ങും രണ്ടാമത്തെ സ്ട്രിങ്ങും കമ്പൈൻ ചെയ്തതിന് ശേഷമുള്ള സ്ട്രിങ് വാല്യൂ ആദ്യത്തെ സ്ട്രിങ്ങിൽ വരും. അപ്പൊ അതിനെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് രണ്ടിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ കിട്ടും. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ strLWR ഓഫ് str. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? കൺവേർട്സ് ദ സ്ട്രിങ് str ടു ലോവർ കേസ്. നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ സ്പെസിഫൈ ചെയ്തേക്കുന്ന സ്ട്രിങ്ങിനെ ലോവർ കേസിൽ, അപ്പർ കേസിലാണെന്നുണ്ടെങ്കിൽ അതിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് strupr, അത് നമ്മുടെ സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് strrev ഓഫ് str. നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ കൊടുക്കുന്ന സ്ട്രിങ്ങിന്റെ റിവേഴ്സിനെ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് strrev, റിവേഴ്സ് ദ സ്ട്രിങ് str. ഇനി നെക്സ്റ്റ് strcmp ഓഫ് str1, str2. നമ്മുടെ കമ്പയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് strcmp. അപ്പം ഈ ഫംഗ്ഷനകത്ത് നമുക്ക് 2 ആർഗ്യുമെന്റ്സ് കൊടുക്കാം. ആദ്യത്തെ സ്ട്രിങ് 1, സ്ട്രിങ് 2. അപ്പം ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? സ്ട്രിങ് 1നെയും സ്ട്രിങ് 2നെയും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് രണ്ടും സെയിം വാല്യൂ ആണെങ്കിൽ അത് 0 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് 1 റിട്ടേൺ ചെയ്യും. അപ്പൊ ഇതാണ് സ്ട്രിങ് ഹാൻഡ്ലിങ്ങിന് അല്ലെങ്കിൽ സ്ട്രിങ് മാനിപ്പുലേഷന് വേണ്ടി സിയിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. അപ്പൊ ഓരോ ഫംഗ്ഷൻ എന്തിനാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു ടേബിൾ നോക്കിയാൽ മതി, മനസ്സിലാവും. strlen എന്ന് പറയുന്നത് സ്ട്രിങ്ങിന്റെ ലെങ്തിനെ റിട്ടേൺ ചെയ്യും. ഇപ്പം 5 ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് 5 എന്ന് വരും. ഇനി strcpy എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്ട്രിങ്ങിന് അതിനകത്ത് 2 ആർഗ്യുമെന്റ്സ് കൊടുക്കാം. രണ്ടാമത്തെ ആർഗ്യുമെന്റിൽ ഉള്ള സ്ട്രിങ്ങിനെ ആദ്യത്തെ ആർഗ്യുമെന്റിലുള്ള സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യും. ഇനി strcat എന്നുള്ള ഫംഗ്ഷൻ
കോൺകാറ്റിനേറ്റ് ചെയ്യുക. അതായത് രണ്ട് സ്ട്രിങ് ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്ത് ആദ്യത്തെ സ്ട്രിങ്ങിലോട്ട് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് str_lwr, അത് നമ്മുടെ സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് strupr, അതായത് നമ്മുടെ ഫംഗ്ഷനുള്ളിൽ കൊടുത്തേക്കുന്ന സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് strrev, നമുക്ക് ഫംഗ്ഷനിലുള്ളിൽ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുക മീൻസ് ആദ്യത്തെ അവസാനത്തെ ലെറ്റർ ആദ്യം, അങ്ങനെ തിരിച്ചതിനെ പ്രിന്റ് ചെയ്ത് തരും. ഇനി കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് strcmp, രണ്ട് സ്ട്രിങ്ങും സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇനി ഈ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ string.h എന്നുള്ള ഹെഡർ ഫയൽ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ആവും. ഈ ഫംഗ്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഹെഡർ ഫയലാണ് string.h. അപ്പൊ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്തപ്പോൾ #include stdio.h എന്നുള്ള ഹെഡർ ഫയൽ കൊടുത്തോലെ നമ്മൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമ്മുടെ പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ #include string.h എന്നുള്ള ഹെഡർ ഫയൽ കൂടി നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഇതിന്റെ എല്ലാ സിന്റാക്സ് കൊടുത്തിട്ടുണ്ട്. സ്ട്രിംഗ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ strlen സിന്റാക്സ് ആണ്. ഒരു വേരിയബിൾ കൊടുക്കുക, വേരിയബിൾ നെയിം ഈക്വൽ ടു strlen ഓഫ് സ്ട്രിംഗ്. സ്ട്രിംഗ് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് അതിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്ന ഒരു സ്ട്രിംഗ് ആയിരിക്കും. ആ സ്ട്രിംഗിന്റെ ലെങ്തിനെ ഈ strlen കണ്ടുപിടിച്ച് ആ ലെങ്തിനെ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിൾ നെയിമിലോട്ട് അസൈൻ ചെയ്യും. അപ്പൊ ആ വേരിയബിൾ നെയിം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് strcpy സിന്റാക്സ് strcpy, അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ str1 ആണ് സോഴ്സ് സ്ട്രിങ്, str2 ആണ് str1 ഡെസ്റ്റിനേഷൻ, str2 സോഴ്സ്. അതായത് str2ൽ നിന്നും str1 നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഇനി സ്ട്രിംഗ് കമ്പയർ, നമുക്ക് ഒരു പ്രോഗ്രാംസ് ചെയ്തു നോക്കാം, ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ചെയ്തു നോക്കാം. നമ്മൾ സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും string.h എന്നുള്ള ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യുക. #include string.h. ഈ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുക. അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്ത് കൊടുക്കുക, ഇനീഷ്യലൈസ് ചെയ്യുക. ഹലോ, ഇനി നമുക്ക് ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനൊരു വേരിയബിൾ കൊടുക്കാം, strlen. ഇനി നമുക്ക് len ഈക്വൽ ടു strlen ഓഫ് നെയിം, സ്ട്രിങ്ങിന്റെ പേര്. ഇവിടെ ക്യാരക്ടർ അറേ നമുക്ക് പേര് കൊടുത്തേക്കുന്നത് നെയിം എന്നാണ്. അതുകൊണ്ട് സ്ട്രിങ്ങിന്റെ നെയിം നമ്മൾ strlen എന്നുള്ള ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും. അപ്പൊ ഈ ഫംഗ്ഷൻ അതിന്റെ ലെങ്ത് എടുത്ത് നെയിം എന്നുള്ള സ്ട്രിങ്ങിൽ കൊടുത്തേക്കുന്ന വാല്യൂവിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് അത് ലെന്നിലോട്ട് അസൈൻ ചെയ്യും. നമുക്കതിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്യാം.
മനസ്സിലായോ? strlen എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാം ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്ലിയർ ആണോ? എങ്ങനെയാണ് സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണോ? ജസ്റ്റ് ഒന്ന് ഓക്കെ, നമ്മൾ ആദ്യം ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഒരു സ്ട്രിങ്ങിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ അറേയുടെ നെയിം എന്നാണ്. നെയിം സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ക്യാരക്ടർ അറേ. അപ്പം നെയിം സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ഒരു സ്ട്രിങ് കൊടുക്കുക. സ്ട്രിങ്ങിനെ നമുക്ക് ഡബിൾ കോട്സിനുള്ളിൽ എൻക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന സ്ട്രിങ് ഹെലോ എന്നുള്ള സ്ട്രിങ്. ഇനി നമ്മുടെ പർപ്പസ് എന്താ? നമ്മൾ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് അത് പ്രിന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രിംഗ് ഫംഗ്ഷൻ strlen യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ലെങ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റിജർ വാല്യൂ വേണം, ഒരു ഇന്റിജർ വേരിയബിൾ വേണം. അതിന് വേണ്ടിയിട്ട് int len എന്നുള്ള വേരിയബിളിന്റെ ടൈപ്പ് എന്താണ്? ഇന്റിജർ ആണ്. എന്തുകൊണ്ട് ഇന്റിജർ ആയിട്ട് കൊടുത്തത്? ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് len നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ len strlen ഓഫ് നെയിം. അപ്പം നെയിമിന്റെ വാല്യൂ എന്താ? ഹലോ എന്നുള്ള വാല്യൂവില് എത്ര ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ എത്ര ക്യാരക്ടേഴ്സ് എന്നുള്ളത് ആര് കൗണ്ട് ചെയ്യും? strlen എന്നുള്ള ഫംഗ്ഷൻ കൗണ്ട് ചെയ്യും. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? HELLO 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ലെന്നിന്റെ വാല്യൂ എന്താവും? 5. ആ strlen എന്നുള്ള ഫംഗ്ഷൻ ആ ക്യാരക്ടേഴ്സിനെ കൗണ്ട് ചെയ്ത് len എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഇനി നമുക്കത് പ്രിന്റ് ചെയ്യാം. ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് പെർസെന്റേജസിന്റെ അവിടെ എന്ത് വരും? നമ്മൾ ഡബിൾ കോട്സ് ക്ലോസ് ചെയ്തതിനു ശേഷം കൊടുക്കുന്ന ആദ്യത്തെ വേരിയബിളിന്റെ നെയിം. അപ്പൊ ഇവിടെ എന്ത് വരും? പെർസെന്റേജസിന്റെ അവിടെ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ഹെലോ ഈസ്, അടുത്ത പെർസെന്റേജ് d എന്നുള്ളടത്ത് രണ്ടാമത്തെ വേരിയബിളിന്റെ വാല്യൂ 5. അപ്പം ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ഹെലോ ഈസ് 5. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിംഗ് ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്തു നോക്കാം. നമുക്ക് പുതിയൊരു ക്യാരക്ടർ അറേ ഇനിഷ്യലൈസ് ചെയ്യാം. char str1 ഈക്വൽ ടു ഒരു സ്ട്രിങ് നേരത്തെ നമുക്ക് കൊടുത്ത പോലെ ഒരു സ്ട്രിങ് കൊടുക്കാം. ഡെന്നിസ്. ഇനി നമുക്ക് ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യാം. strcpy എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ക്യാരക്ടർ അറേയും കൂടി വേണം, ഒരു സ്ട്രിങ്ങും കൂടി വേണം. char str2 നമ്മുടെ സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. strcpy. നമുക്ക് ഒരു സ്ട്രിംഗ് str1നെ str2ലോട്ട് കോപ്പി ചെയ്യണം. അപ്പൊ എങ്ങനെയാ കൊടുക്കേണ്ടത്? രണ്ടാമത്തേതല്ലേ സോഴ്സ്, ആദ്യത്തേത് ഡെസ്റ്റിനേഷൻ. അപ്പം str2. അപ്പൊ str2ലോട്ട് str1നെ str1. അപ്പം str2ൽ എന്തുണ്ട്? ആദ്യത്തെ str1ലുള്ള സ്ട്രിങ്ങിനെ str2ലോട്ട് കോപ്പി ചെയ്യും. ഇനി നമുക്ക് രണ്ട് സ്ട്രിങ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സ്ട്രിങ്ങിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുക. The first string is
അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ട്രിങ്ങിനെയും പ്രിന്റ് ചെയ്യാം. മനസ്സിലായോ? strcpy എന്നുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? സ്ട്രിങ് 1 മാത്രമേ നമ്മൾ ഇവിടെ ഇനിഷ്യൽ വാല്യൂ അസൈൻ ചെയ്തിട്ടുള്ളായിരുന്നു. സ്ട്രിങ് 1 ഈക്വൽ ടു ഡെന്നിസ് എന്നുള്ള ഒരു നെയിം കൊടുത്തു. സ്ട്രിങ് 2 നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡിക്ലെയർ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ സൈസ് കൊടുത്തില്ല, അപ്പൊ എറർ വന്നു. ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഡിക്ലെയർ ചെയ്ത സമയത്ത് നമ്മൾ 10 സൈസ് ഉള്ള ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ നെയിം str2. അതിന് നമ്മൾ വാല്യൂസ് ഒന്നും അസൈൻ ചെയ്തില്ല, അല്ലെങ്കിൽ അതിനെ ഇനിഷ്യലൈസ് ചെയ്തില്ല. ഇനി strcpy ഓഫ് str2, str1. ഇപ്പം str1 ഡെന്നിസ് എന്നുള്ള വാല്യൂ ഉണ്ട്, അതിനെ str2 കോപ്പി ചെയ്യാം. അപ്പൊ str2 ഡെന്നിസ് എന്നുള്ള സ്ട്രിംഗ് നെയിം കിട്ടും. ഇനി നമ്മൾ രണ്ടിനെ പ്രിന്റ് ചെയ്തു. സ്ട്രിംഗ് 1 പ്രിന്റ് ചെയ്തു. സ്ട്രിംഗ് 2 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തപ്പോ സ്ട്രിംഗ് 2 എന്ത് വന്നു? സ്ട്രിംഗ് 1 അതേ വാല്യൂ വന്നു. അതാണ് strcpy എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ strrev എന്നുള്ള ഫംഗ്ഷൻ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഏതൊക്കെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്, അതിന്റെ പർപ്പസ് എന്താ. പ്രോഗ്രാം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓരോ സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്താ, അത് എന്തിനാ യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രിംഗ് ഫംഗ്ഷനെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഹെഡർ ഫയൽ ഏതാ. അപ്പൊ നമ്മൾ #include string.h എന്നുള്ള ഫംഗ്ഷൻ ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രിംഗ് ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ #include string.h എന്നുള്ള ഹെഡർ ഫയൽ കൂടി നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് സ്ട്രിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും ക്ലിയർ ആണോ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ബബിൾ സോർട്ട് ആണ്. ഇപ്പൊ സോർട്ടിങ് എന്താ, നമുക്കിപ്പോ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്, അതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിനെയാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ സോർട്ടിങ്ങിന് കുറെ അൽഗോരിതംസ് അവൈലബിൾ ആണ്. അതില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ആണ് ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് എന്താ ചെയ്യുന്നത്, ഇപ്പം ഏതൊരു സോർട്ട് ആണെങ്കിലും നമുക്ക് കുറച്ച് ഡേറ്റ തന്നിരിക്കും. ഇപ്പൊ നമുക്ക് കുറച്ച് ഇന്റീജർ വാല്യൂസ് ആണെങ്കിൽ അതിനെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. ഇനി ബബിൾ സോർട്ട് is the simplest sorting algorithm that works by repeatedly swapping the adjacent elements if they are in the wrong order. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് സ്വാപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബബിൾ സോർട്ട്. ദിസ് അൽഗോരിതം ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡേറ്റ സെറ്റ്. ലാർജ് ഡേറ്റ സെറ്റിന് സ്യൂട്ടബിൾ അല്ല. നമുക്ക് എന്താണ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് കുറച്ച് ഡേറ്റ ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് അതിനെ പല രീതിയിൽ സോർട്ട് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. നമുക്ക് അസെൻഡിങ് ഓർഡറിൽ കിട്ടണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടണമെങ്കിൽ പല മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഈ ബബിൾ സോർട്ടിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ലോജിക് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ആദ്യത്തെ 2 എലമെന്റ്സ്, ഇപ്പൊ നമുക്ക് ഒരു അറയുണ്ട്, അറയിൽ കുറെ ഷഫിൾഡ് ആയിട്ടായിരിക്കും വാല്യൂസ് എൻ്റർ ചെയ്തേക്കുന്നത്. അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അല്ലാതെ
വാല്യൂസ് അറയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതിനെ സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബബിൾ സോർട്ട് യൂസ് ചെയ്യുന്ന ലോജിക് എന്താന്ന് വെച്ചാൽ, ഇപ്പം അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റിനെക്കാട്ടിലും വലുതാണെങ്കിൽ അതിനെ രണ്ടും എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ അടുത്ത രണ്ട് അഡ്ജസന്റ് എലമെന്റ്സ് കമ്പയർ ചെയ്തിട്ട് ആദ്യത്തെ എലമെന്റ്സ് രണ്ടാമത്തെ എലമെന്റിനെക്കാട്ടി വലുതാണെങ്കിൽ അതിനെ അഗെയിൻ സ്വാപ്പ് ചെയ്യും. അങ്ങനെ സ്വാപ്പ് ചെയ്ത് എൻറ്റയർ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്കൊരു സോർട്ടഡ് അറേ കിട്ടും. എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. Okay, we sort the array using multiple passes. After the first pass, the maximum element goes to the end. ആദ്യത്തെ പാസ് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് മോസ്റ്റ് വാല്യൂ നമ്മുടെ അറേയുടെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് പൊസിഷനിൽ വരും. സെയിം വേ ആഫ്റ്റർ സെക്കൻഡ് പാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് ഗോസ് ടു ദ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ. ഇനി രണ്ടാമത്തെ പാസ് കഴിയുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ വരും. അതുപോലെ ഓരോ പാസ് കഴിയുമ്പോൾ നമ്മുടെ ഓരോ വാല്യൂസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള എല്ലാ വാല്യൂസും സോർട്ടഡ് ആയിട്ട് നമുക്ക് ലാസ്റ്റിൽ ഒരു സോർട്ടഡ് അറേ കിട്ടും. So in every pass we processes only those elements that have already not moved to correct position. After k passes, the largest k elements must have been moved to the last k position. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നോക്കി, നമുക്ക് ഇവിടെ ഒരു അറേ തന്നിട്ടുണ്ട്. അറേയിലുള്ള വാല്യൂസ് 5, 6, 1, 3. അപ്പൊ നമുക്ക് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാ വാല്യൂസ് വരേണ്ടത്? 1, 3, 5, 6 അല്ലെ? ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് ആദ്യം, അതിനുശേഷം അടുത്ത സെക്കൻഡ് സ്മോളസ്റ്റ്, അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റിൽ വന്ന് ലാർജസ്റ്റ് എലമെന്റ് വരണം. അങ്ങനെയാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ബബിൾ സോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ആദ്യത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റും കമ്പയർ ചെയ്യും. അപ്പം ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റിനെക്കാട്ടിൽ ലാർജർ ആണെങ്കിൽ അത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, 5, 6. അപ്പൊ 5നെയും 6നെയും കമ്പയർ ചെയ്യുമ്പോൾ 5 ചെറുതാണ്. ഇനിയിപ്പോ 5 വലുതായിരുന്നെങ്കിൽ അത് നമ്മൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഇവിടെ 5 വലുതല്ലാത്തതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത രണ്ട് അഡ്ജസ്റ്റന്റ് എലമെന്റ്സ്, അതായത് 6ഉം 1ഉം. 6ഉം 1ഉം കമ്പയർ ചെയ്യുമ്പോൾ 6 അല്ലേ 1നെക്കാട്ടിലും വലുത്. അതുകൊണ്ട് നമ്മൾ അത് സ്വാപ്പ് ചെയ്യും. അപ്പൊ 6 എവിടെ വരും? മൂന്നാമത്തെ പൊസിഷനിൽ വരും. ഇനി 6ഉം 3ഉം കമ്പയർ ചെയ്യും. 6ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്? 6 ആണ്. അപ്പൊ ലെഫ്റ്റിലുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്വാപ്പ് ചെയ്യും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് എലമെന്റ് നമ്മുടെ അറേയുടെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വരും. അപ്പൊ അത്രയും പോർഷൻ സോർട്ടഡ് ആണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ റൈറ്റ് മോസ്റ്റ് പൊസിഷനിൽ നമ്മൾ കമ്പാരിസൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി സോർട്ടഡ് ആണ്. അപ്പൊ 6ന്റെ എക്സാക്ട് പൊസിഷൻ ഇതാണ്. അറേ ഓഫ് 3 ആണ്. ഇതിപ്പോ അറേ ഓഫ് 0, അറേ ഓഫ് 1, അറേ ഓഫ് 2, അറേ ഓഫ് 3ൽ 6 വരും. അപ്പൊ 6ന്റെ ഫൈനൽ പൊസിഷൻ അറേ ഓഫ് 3 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? ഇത് ഇത്രയും ഓരോ സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ്, ഒരു ലൂപ്പിനുള്ളിൽ ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ലാസ്റ്റിൽ കിട്ടിയ അറേ ഇങ്ങനെയാണ്: 5, 1, 3, 6. 6 ഓൾറെഡി അതിന്റെ കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ 5ഉം 1ഉം കൂടി കമ്പയർ ചെയ്യും. 5ഉം 1ഉം കമ്പയർ ചെയ്യുമ്പോൾ 5 ആണ് ലാർജർ. അതുകൊണ്ട് അതിനെ രണ്ടിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ 5 അടുത്ത പൊസിഷനിൽ വരും, അതായത് A of 1ൽ വരും. അറേ ഓഫ് 1ൽ 5 വരും. ഇനി നമ്മൾ അടുത്ത രണ്ട് അഡ്ജസന്റ് പൊസിഷൻസിലുള്ള എലമെന്റ്സിനെ കമ്പയർ ചെയ്യും. അപ്പൊ അടുത്ത പൊസിഷൻസിലുള്ള എലമെന്റ്സ് ഏതാ? 5 and 3. അപ്പൊ 5ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്? 5 ആണ്. 5 വലുതായതുകൊണ്ട് അതിനെ രണ്ടിനെ അഗെയിൻ സ്വാപ്പ് ചെയ്യും. അപ്പം ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ രണ്ടാമത്തെ റൈറ്റ് മോസ്റ്റ് ഉള്ള രണ്ടാമത്തെ രണ്ട് എലമെന്റ്സ് സോർട്ടഡ് ആണ്. അപ്പൊ 5ഉം 6ഉം അതിന്റെ കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. 5, 6. അപ്പൊ ഇനി അടുത്ത നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് എലമെന്റ്സിനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോക്കി അടുത്ത തേർഡ് സ്റ്റെപ്പിൽ വന്നിട്ട് ഇപ്പൊ ഓൾറെഡി സോർട്ടഡ് ആയി. രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ സോർട്ടഡ് ആയി. അപ്പം ഇതാണ് ബബിൾ സോർട്ടിന്റെ ഒരു ലോജിക് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു അൺസോർട്ടഡ് അറേ തന്നിരിക്കും. ഇൻപുട്ട് ആയിട്ട് ഒരു അൺസോർട്ടഡ് അറേ കാണും. ആ അൺസോർട്ടഡ് അറേയിലുള്ള എലമെന്റ്സ്
അൺസോർട്ടഡ് അറയിലുള്ള എലമെന്റ് അഡ്ജസന്റ് എലമെന്റ്സിനെ ഓരോ അഡ്ജസന്റ് എലമെന്റ്സിനെ കമ്പയർ ചെയ്യും. ഇപ്പൊ ലെഫ്റ്റിലുള്ള എലമെന്റ് റൈറ്റിലുള്ള എലമെന്റിനെക്കാട്ടിലും വലുതാണെങ്കിൽ അത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇനി അടുത്ത നെക്സ്റ്റ് ആ എലമെന്റിനെ അതിന്റെ അടുത്ത എലമെന്റിനെയും കൂടെ കമ്പയർ ചെയ്യും. അഗെയിൻ ലെഫ്റ്റിലുള്ള എലമെന്റ് റൈറ്റിലുള്ള എലമെന്റിനേക്കാളും ലാർജർ ആണെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? ഒരു സോർട്ടഡ് ആയിട്ടുള്ള അറേ കിട്ടും. ഇതാണ് ബബിൾ സോർട്ടിന്റെ ലോജിക്ക്. ഈ ലോജിക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാം നോക്കാം. ക്ലിയർ ആണോ? ഇത് അസെൻഡിങ് അറേഞ്ച് ചെയ്തോളാം. അസെൻഡിങ്ങിലും അറേഞ്ച് ചെയ്യാം, ഡിസെൻഡിങ്ങിലും അറേഞ്ച് ചെയ്യാം. അത് നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ലെസ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലെ തിരിച്ചാ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റിലെ വലുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യും. ഇപ്പം ഡിസെൻഡിങ്ങിൽ വരണമെങ്കിൽ ലെഫ്റ്റിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യും. അത് സെയിം ലോജിക്ക് തന്നെ തിരിച്ച് ചെയ്താൽ മതി. അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും ചെയ്യാം. ഇപ്പൊ ഏതൊരു സോർട്ടിംഗ് മെത്തേഡാണ്, പല സോർട്ടിംഗ് ഉണ്ട്. ബബിൾ സോർട്ട്, ഇൻസർഷൻ സോർട്ട്, പല സോർട്ട് ഉണ്ട്. അപ്പൊ ഏത് സോർട്ട് ആണെങ്കിലും ലോജിക്ക് സെയിം ആണ്. നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അതിനെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അപ്പൊ ഇത് തന്നെ നമുക്ക് അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും ചെയ്യാം. പ്രോബ്ലം വരുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം, പ്രോഗ്രാമിൽ കാണിക്കാം. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എങ്ങനെയാണ് ബബിൾ സോർട്ടിന്റെ ലോജിക്ക് വർക്ക് ആവുന്നതെന്നുള്ളത്? മാം, നമ്മുടെ ഗിവൺ നമ്പേഴ്സ് ആദ്യം വലിയ നമ്പർ എടുത്തിട്ടാണോ ചെയ്യാ? ഇതിപ്പോ ഇവിടെ 6 എടുത്തോണ്ട് ചോദിച്ചാണ്. ഗിവൺ നമ്പേഴ്സിന് ഇപ്പൊ അറേ ആയിട്ട് നമ്മൾ ആ നമ്പേഴ്സിനെ എല്ലാം എൻറ്റർ ചെയ്യും. എന്നിട്ട് ആദ്യത്തെ 2 എലമെന്റ് കമ്പയർ ചെയ്യും. അപ്പൊ ആദ്യത്തെ 2 എലമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലുള്ള എലമെന്റ് ലാർജർ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ അസെൻഡിങ്ങിൽ ചെയ്യുന്ന കാര്യം പറയുന്നത്, ലെഫ്റ്റിലുള്ള നമ്പർ ലാർജർ ആണെങ്കിൽ അതിനെ ആ 2 എലമെന്റ്സിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ ആ എലമെന്റും അതിന്റെ അടുത്ത പൊസിഷൻ. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പം ഇത് അറേയുടെ പേര് എ ആണെന്നുണ്ടെങ്കിൽ 5 ഇരിക്കുന്നത് എ ഓഫ് 0-യില്, 6 എ ഓഫ് 1, 1 എ ഓഫ് 2, 3 എ ഓഫ് 3. ആദ്യം നമ്മൾ എ ഓഫ് 0-യും എ ഓഫ് 1-ഉം കമ്പയർ ചെയ്യും. F0-യും 1-ഉം കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, സ്വാപ്പിന്റെ ഒന്നും ആവശ്യമില്ല, ലെഫ്റ്റ് മോസ്റ്റ് വലുതാണ്. ഇനി 1-ഉം 2-ഉം കമ്പയർ ചെയ്യും, അതായത് 6-ഉം 1-ഉം കമ്പയർ ചെയ്യും. അപ്പൊ സ്വാപ്പ് ചെയ്യും. ഇത് സ്വാപ്പ് ചെയ്തതിനു ശേഷം 6-ഉം 3-യും കമ്പയർ ചെയ്യും, അതിനുശേഷം സ്വാപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എൻറ്റയർ അറേ എടുക്കുക, ഒരു എലമെന്റും അതിന്റെ അഡ്ജസന്റ് പൊസിഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. ലാർജർ ആണെങ്കിൽ സ്വാപ്പ് ചെയ്യുക. അഗൈൻ അഡ്ജസന്റ് പൊസിഷൻസിലുള്ള എലമെന്റ്സ് എടുക്കുക, ലാർജർ ആണെങ്കിൽ സ്വാപ്പ് ചെയ്യുക. അങ്ങനെ ഒരു എൻറ്റയർ ഐട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലാർജസ്റ്റ് മോസ്റ്റ് എലമെന്റിനെ നമുക്ക് അറേയുടെ ഏറ്റവും അവസാനം കിട്ടും. അപ്പൊ ആ പൊസിഷൻ ഫിക്സ്ഡ് ആണ്. ഈ ഒരു എക്സാമ്പിളില് 6-ന്റെ പൊസിഷൻ ഫിക്സ്ഡ് ആണ്. പിന്നെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ വി ഗെറ്റ് എ സോർട്ടഡ് അറേ. സോർട്ടഡ് അറേ കിട്ടുന്ന വരെ ഈ സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം നോക്കാം. ഓക്കെ, ഇവിടെ ഒരു അറേ നമ്മൾ എലമെന്റ്സിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേന്ന് നെയിം ഉള്ള 100 സൈസ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു. പിന്നെ ഈ വേരിയബിൾസ് ഒക്കെ എന്തിനാന്നുള്ളത് പറയാം, പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഇനി എൻ്റർ നമ്പർ ഓഫ് എലമെന്റ്സ്, സ്കാൻഎഫ് %d ആംപർസൻഡ്, എത്ര എലമെന്റ്സ് നമ്മുടെ അറേ വേണം എന്നുള്ളത് യൂസറിന്റെ നിന്ന് റീഡ് ചെയ്യുക, സ്കാൻഎഫ് എന്നിലോട്ട് റീഡ് ചെയ്യുക. ഇനി നമുക്ക് ആ നമ്പേഴ്സിനെ എൻറ്റർ ചെയ്യാനുള്ള ഫോർ ലൂപ്പ് ആണിത്. ഫോർ c is equal to 0, c less than n, c plus plus. ഇപ്പൊ 5 എലമെന്റ്സ് ആണെങ്കിൽ 0 മുതൽ 4 വരെ, c less than n, 0 to n-1 വരെ. അപ്പൊ അറേയുടെ ഇൻഡെക്സസ് എന്തായിരിക്കും? 0, 1, 2, 5 ആണ് സൈസ് കൊടുത്തിരുന്നെങ്കിൽ 0 മുതൽ 4 വരെ, 0, 1, 2, 3, 4. അത്രയും എലമെന്റ്സിനെ നമ്മൾ റീഡ് ചെയ്ത് അറേ ഓഫ് സിയിലോട്ട് വെക്കാം. അപ്പൊ അറേ ഓഫ് 0, അറേ ഓഫ് 1, അറേ ഓഫ് 2, അറേ ഓഫ് 3, അറേ ഓഫ് 4, 5 എലമെന്റ്സിന്റെ അറേയിൽ എടുത്തു വെച്ചു. അത് അൺസോർട്ടഡ് അറേ ആണ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് അറേ, അൺസോർട്ടഡ് അറേ. ഇനി നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പാണ്. കമ്പാരിസൺ ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെയാ? 0 മുതൽ n-1 വരെ, അല്ലെ? z is equal to 0, c less than n-1,
സി പ്ലസ് പ്ലസ്. അത്രയും ടൈം നമ്മൾ അഡ്ജസന്റ് എലമെന്റ്സിനെ എടുത്ത് നമ്മുടെ അൺസോർട്ടഡ് അറയിലുള്ള അഡ്ജസന്റ് എലമെന്റ്സിനെ എടുത്ത് കമ്പയർ ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫോർ ഡി ഇസ് ഈക്വൽ ടു 0, ഡി ലെസ് ദാൻ n മൈനസ് സി മൈനസ് 1 ഡി പ്ലസ് പ്ലസ്. ഇനി നോക്കിയേ, നമ്മള് നെക്സ്റ്റ് ഇന്നർ ലൂപ്പിൽ നമ്മൾ n മൈനസ് സി, അടുത്ത ഇന്നർ ലൂപ്പിൽ വരുമ്പോ നോക്കിയേ, നമ്മള് ഇത്രയും സോർട്ടഡ് ആണ്. ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്തത്, 0 മുതൽ n മൈനസ് 1 വരെ. ഇനി സെക്കൻഡ് ഐട്രേഷനിൽ വരുമ്പോ എവിടെ വരെ ചെയ്യും, 0 മുതൽ n മൈനസ് 2 വരെ. കാരണം ഈ 6 ഫിക്സഡ് ആയി. ഇനി n മൈനസ് 2 വരെ, അതായത് a of 0, a of 1, a of 2 വരെ കമ്പാരിസൺ ചെയ്താൽ മതി. ഇനി അടുത്ത ഐട്രേഷനിൽ വരുമ്പോ എന്ത് വരും, 0 മുതൽ n മൈനസ് 3 വരെ. അപ്പൊ അതാണ് നമ്മൾ ഈ ഇന്നർ ലൂപ്പില് ചെയ്തേക്കുന്നത്. ഓക്കെ, ഔട്ടർ ലൂപ്പില് c is equal to 0, c less than n minus 1, c പ്ലസ് പ്ലസ്, അതായത് 0 മുതൽ n മൈനസ് 1 വരെ. ഇനി അടുത്ത d ലെസ് ദാൻ n മൈനസ് സി മൈനസ് 1. അപ്പൊ ആദ്യത്തെ ലൂപ്പ് ആദ്യം എന്ത് വരും, സിയുടെ വാല്യൂ 0 ആകുമ്പോ ഇവിടെ എന്ത് വരും, n മൈനസ് 1 തന്നെ വരും. എൻടയർ അറയെ നമ്മൾ കമ്പയർ ചെയ്യും. ഇനി എന്തൊക്കെയാ കമ്പയർ ചെയ്യുന്നത്, ഇഫ് അറേ ഓഫ് ഡി ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഡി പ്ലസ് 1. അപ്പൊ ഇവിടെ ഡിയുടെ വാല്യൂ എന്താ വരാ, ഇപ്പം ഈ ആദ്യത്തെ ലൂപ്പിൽ ആദ്യം സി ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ ഇന്നർ ലൂപ്പിലോട്ട് പോകും. അപ്പൊ സിയുടെ വാല്യൂ 0, ഡിയുടെ വാല്യൂ 0. അപ്പം അറേ ഓഫ് ഡി ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഡി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, അറേ ഓഫ് 0 ഗ്രേറ്റർ ദാൻ അറേ ഓഫ് 1. അറേ ഓഫ് 0യും ആദ്യത്തെ രണ്ട് എലമെന്റ്സ് അല്ലെ, അറേ ഓഫ് 0, അറേ ഓഫ് 1, അത് ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അറേ ഓഫ് ഡി ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഡി പ്ലസ് 1 ആണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യും. ഇനി നോക്കിയേ, നിങ്ങൾ സ്വാപ്പ് ചെയ്യുന്നതിന്റെ ലോജിക് എന്താ നോക്കിയേ, നമുക്കപ്പം അറേ ഓഫ് ഡി, ഈ ഒരു എക്സാമ്പിളില് അറേ ഓഫ് ഡി ഡി പ്ലസ് 1, ഇവിടെ 5ഉം 1ഉം ആണ്. അപ്പം അറേ ഓഫ് ഡിയിൽ എന്താണ്, അറേ ഓഫ് ഡിയില് 5, അറേ ഓഫ് ഡി പ്ലസ് 1ല് 6. അപ്പൊ ഇവിടെ സ്വാപ്പിംഗ് ഒന്നും വേണ്ട, ഇവിടെ ഇനി 6ഉം 1ഉം വരുമ്പോ സ്വാപ്പ് ചെയ്യാം. അപ്പൊ അറേ ഓഫ് ഡിയില് 6, അറേ ഓഫ് ഡി പ്ലസ് 1ല് 1. അപ്പൊ ഇതിനെ 6നെയും 1നെയും സ്വാപ്പ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ ചെയ്തതോ, 1നെ എടുത്ത് 6ലോട്ട് ഇടാൻ പറ്റുമോ, ഇല്ല. അപ്പൊ 6 എന്നുള്ള വാല്യൂ ഡിലീറ്റ് ആയി പോകും. അപ്പൊ സ്വാപ്പിംഗ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, ഈ 6 എന്നുള്ള വാല്യൂ നമ്മൾ വേറൊരു ബഫർ അല്ലെങ്കിൽ ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസിലോട്ട് കീപ്പ് ചെയ്യും, സ്റ്റോർ ചെയ്യും. ആ 6 എന്നുള്ള വാല്യൂ എടുത്ത് മാറ്റി വെക്കും. അതിനുശേഷം 1നെ എടുത്ത് ആ 6ന്റെ പൊസിഷനിൽ വെക്കും. ഇനി ആ മാറ്റി വെച്ച 6നെ എടുത്ത് 1ന്റെ പൊസിഷനിൽ വെക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത്. രണ്ടെണ്ണം, ഇപ്പൊ രണ്ട് വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുവാണെങ്കിൽ ആദ്യം ഇരുന്ന വാല്യൂവിന്റെ മേളിലാണ് വെക്കുന്നത്. അപ്പൊ അത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വാല്യൂവിനെ നമ്മൾ വേറൊരു സ്റ്റോറേജ് സ്പേസിലോട്ട് കീപ്പ് ചെയ്തിട്ട് ഒരു വാല്യൂ എടുത്ത് മറ്റേ വാല്യൂലോട്ട് വെക്കും. ഇനി മാറ്റി വെച്ച വാല്യൂ എടുത്ത് അതർ പൊസിഷനിൽ വെക്കും. അങ്ങനെയാണ് രണ്ട് വാല്യൂസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പം നമ്മൾ ഒരു ടെമ്പററി വേരിയബിൾ സ്വാപ്പ് എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അറേ ഓഫ് ഡി എന്ന് പറയുമ്പോൾ 5ഉം ഇപ്പൊ 6ഉം 1ഉം ആണെങ്കിൽ അറേ ഓഫ് ഡിയിൽ എന്താ ഉള്ളത്, 6നെ എടുത്ത് സ്വാപ്പിലോട്ട്. ഇപ്പൊ 6നെയും 1നെയും നമുക്ക് സ്വാപ്പ് ചെയ്യണം. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ 6 ആണ്, റൈറ്റ് സൈഡിൽ 1 ആണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യണം. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന 6നെ നമ്മൾ വേറൊരു ടെമ്പററി വേരിയബിൾ സ്വാപ്പിലോട്ട് എടുത്ത് വെച്ചു. ഇനി എന്താ, അറേ ഓഫ് ഡി പ്ലസ് 1നെ അറേ ഓഫ് ഡിയിലോട്ട് വെക്കുക. അറേ ഓഫ് ഡി പ്ലസ് 1ൽ എന്താ ഉള്ളത്, 1നെ എടുത്ത് അറേ ഓഫ് ഡിയിൽ ഇപ്പൊ എന്താ ഉള്ളത്, ഒന്നുമില്ല, 6 ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മാറ്റി വെച്ചു. അപ്പൊ 1നെ എടുത്ത് 6ന്റെ പൊസിഷനിൽ വെച്ചു. ഇനി സ്വാപ്പിൽ എന്താ ഉള്ളത്, 6നെ എടുത്ത് അറേ ഓഫ് ഡി പ്ലസ് 1ൽ വെച്ചു, 1 ഇരുന്ന പൊസിഷനിൽ വെച്ചു. അപ്പൊ ഈ രണ്ട് എലമെന്റ്സും 6ഉം 1ഉം എക്സ്ചേഞ്ച് ആയി. ഈ ഒരു ഐഡിയ ക്ലിയർ ആണോ, എങ്ങനെയാ സ്വാപ്പ് ചെയ്തതെന്നുള്ളത്? ഓക്കെ ടീച്ചർ, ഹലോ, ക്ലിയർ ആയി ടീച്ചർ. ക്ലിയർ ആയി. ഓക്കെ, അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ അറേ ഓഫ് ഡിയും അറേ ഓഫ് ഡി പ്ലസ് 1ഉം കമ്പയർ ചെയ്യാം. ഇനി ആദ്യം ഡി 0 ആവുമ്പോൾ അറേ ഓഫ് 0, അറേ ഓഫ് 1. ഇനി അടുത്തത് എവിടെ വരെ ചെയ്യും,
n-1 വരെ. അടുത്ത ഇറ്ററേഷനിൽ എന്ത് ചെയ്യും? ആദ്യത്തെ n-c-1 വരെ ചെയ്താൽ മതി നെക്സ്റ്റ് ഇറ്ററേഷനിൽ. കാരണം എന്താ, ഏറ്റവും റൈറ്റ് മോസ്റ്റ് എലമെന്റിനെ സോർട്ടഡ് ആയി. ഇനി അടുത്ത നെക്സ്റ്റ് ലൂപ്പ് വരുമ്പോൾ റൈറ്റ് മോസ്റ്റ് 2 എലമെന്റ്സിനെ സോർട്ടഡ് ആയി. അപ്പം n-c-1 ടൈംസ് ചെയ്താൽ മതി അടുത്ത ഇറ്ററേഷനിൽ വരുമ്പോൾ. ലാസ്റ്റിൽ നമുക്ക് സോർട്ടഡ് അറേ കിട്ടും. അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ഓഫ് sorted list in ascending order for c is equal to 0, c less than n, c plus plus. അത് നമ്മൾ പ്രിന്റ് ചെയ്യുക. %d/n array of z. അപ്പൊ array of 0, array of 1 എല്ലാ പൊസിഷനിലും നമുക്ക് അസെൻഡിങ് ഓർഡറിൽ കിട്ടും. ഇനി നേരത്തെ നിങ്ങൾ ചോദിച്ചത് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടണേ എന്ത് ചെയ്യണോ? അപ്പൊ ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടണമെങ്കിൽ നോക്കിയേ, ഫോർ ഡിക്രീസിങ് ഓർഡർ യൂസ് ലെസ് ദാൻ. അപ്പൊ ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ സ്വാപ്പ് ചെയ്താൽ മതി. ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റിനേക്കാളും ചെറുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചുള്ള ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് അറേ കിട്ടും. നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അറേയിലെ എലമെന്റ്സ് എത്ര എലമെന്റ്സ് വേണമെന്നാണ് ചോദിക്കുന്നത്. എന്റർ നമ്പർ ഓഫ് എലമെന്റ്സ്. അഞ്ച് എലമെന്റ്സ് കൊടുക്കാം. ഓക്കെ, നമുക്ക് സോർട്ടഡ് ആയിട്ട് കിട്ടി. അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആയിട്ട് കിട്ടി. ഇതാണ് ബബിൾ സോർട്ടിന്റെ കോൺസെപ്റ്റ്. പ്രോഗ്രാമും ക്ലിയർ ആണോ? പ്രോഗ്രാം ഒന്നുകൂടി പറയണോ ബബിൾ സോർട്ടിന്റെ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ടീച്ചർ. ഓക്കെ ആണ്.
അപ്പം നമുക്ക് ഇത്രയുമാണ് മോഡ്യൂൾ 3-യിലുള്ളത്. ഇപ്പൊ അറേസ്, സ്ട്രിങ്സ്, ലീനിയർ സെർച്ച്, ബബിൾ സോർട്ട്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് നമ്മൾ നോക്കി. അറേസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കി. ഇനി സ്ട്രിങ്ങിന്റെയും സോർട്ടിങ്ങിന്റെയും ബബിൾ സോർട്ടിങ്ങിന്റെയും MCQs ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ഷെയർ ചെയ്തേക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അറേ സ്ട്രിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഈ ബബിൾ സോർട്ട് ഉപയോഗിച്ച് ക്യാരക്ടേഴ്സും ഇതുപോലെ ചെയ്തു. ക്യാരക്ടേഴ്സിനെയും ചെയ്യാം, ക്യാരക്ടർ സ്ട്രിങ് ഒക്കെ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No. ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. Okay, miss. ഓക്കെ.